ശാലോം സന്ദേശത്തിൽ ഇന്ന് ദൈവാത്മാവ് എനിക്ക് നൽകിയ ആലോചന, ക്ഷീണിച്ച് തളർന്ന് ആരും സഹായിക്കാനില്ലാതിരിക്കുന്ന തൻ്റെ മക്കളെ സഹായിക്കുവാനും വിടുവിക്കുവാനും ദൈവം തൻ്റെ ദൂതനെ അയക്കും. ഹല്ലേലൂയ. ആരൊക്കെ നിങ്ങളെ തടഞ്ഞു വെച്ചാലും ഞെരുക്കിയാലും നിങ്ങൾ മുൻപോട്ട് പോകരുത്, നിങ്ങളുടെ തകർച്ച കാണണമെന്ന് ആഗ്രഹിച്ച് ജയിലോ തടവറകളോ അടച്ചിട്ട സാഹചര്യങ്ങളൊക്കെ ഒരുക്കിയാലും നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം തൻ്റെ ദൂതനെ അയക്കും. ഹല്ലേലൂയ. 34 സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന വാക്യം വളരെ പരിചിതമായ വാക്യമാണ്. യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദൂതൻ തൻ്റെ ഭക്തന്മാരുടെ, തൻ്റെ മക്കളുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. നിങ്ങൾ പറയില്ലേ, ചുറ്റും എനിക്ക് പ്രതികൂലമാണെന്ന്, എല്ലാവരും എനിക്കെതിരാണെന്ന്, എല്ലാം എനിക്ക് പ്രതികൂലം തന്നെ, സകലതും എനിക്ക് പ്രതികൂലം എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നു, നിനക്ക് ചുറ്റും തൻ്റെ ദൂതന്മാരെ അവൻ അയക്കും. ഹല്ലേലൂയ. 3-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട്, എന്നെക്കുറിച്ച് പലരും പറയുകയാണ് അവന് ദൈവത്തിങ്കൽ രക്ഷയില്ലെന്ന്. എനിക്ക് ദൈവത്തിങ്കൽ രക്ഷ, ദൈവം എന്നെ കൈവിട്ടെന്നാണ് മറ്റുള്ളവർ പറയുന്നത്. പക്ഷെ ദാവീദ് പറയുന്നു, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ദൈവം എൻ്റെ ചുറ്റും പരിചയമായി നിൽക്കുകയാണ് തൻ്റെ ദൂതന്മാരുമായിട്ട്. ഹല്ലേലൂയ. പരിചയ പിടിച്ചുകൊണ്ട്. എന്താണെന്നറിയാമോ? ശത്രുവിൻ്റെ ആക്രമണം തടയുവാൻ ദൈവം പരിചയ പിടിച്ച് നിൽക്കുകയാണ്. ഹല്ലേലൂയ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാമത്തെ അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ദാനിയേൽ ദീർഘദിവസം ദൈവസ്ഥാനത്തിൽ ഇരിക്കുമ്പോൾ, പ്രാർത്ഥനയോടുകൂടി ഇരിക്കുമ്പോൾ തളർന്നുപോയി, ശരീരം തളർന്ന് ബലഹീനപ്പെട്ട് കുഴഞ്ഞു വീണപ്പോൾ ദൈവം തൻ്റെ ദൂതനെ അയച്ചു. പ്രധാന ദൂതനെ തന്നെ ദൈവം അയക്കുകയാണ്. പ്രധാന ദൂതൻ വരുന്നു, ദൈവത്തിൻ്റെ ഗബ്രിയേൽ മാലാഖ വരുന്നു, അവനെ അവനെ തൊട്ടു എഴുന്നേൽപ്പിച്ച് അവനെ നിർത്തി വരും കാലങ്ങളിൽ സംഭവിക്കുവാനുള്ള ദൈവികമായ വെളിപ്പാടുകളെ അവന് കൈമാറി. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് തരുന്ന ആ അടുത്ത ദൂതത പരിശുദ്ധാത്മാവ് പറയുന്നത്, ആരും നിങ്ങളുടെ കൂടെ ഇല്ല, നിങ്ങൾ ഒറ്റപ്പെട്ടായിരിക്കുകയാണ്. നിങ്ങളെ ബലപ്പെടുത്തുവാനും ധൈര്യപ്പെടുത്തുവാനും ഒരു നല്ല വാക്ക് പറയുവാനും ദൈവം നിങ്ങളെ സഹായിക്കുമെന്ന് പറയാനും ഒന്നും ആരും നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും ദൈവം തൻ്റെ ദൂതനെ അയക്കും, നിങ്ങളെ തൊടാനായി, ബലം തരാനായി, എഴുന്നേൽപ്പിക്കാനായി. ഹല്ലേലൂയ. എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, പ്രാർത്ഥിക്കുന്നവനെ ശക്തീകരിക്കാൻ ദൈവമുണ്ട്, പ്രാർത്ഥിക്കുന്നവനെ വിടുവിക്കുവാൻ ദൈവമുണ്ട്, പ്രാർത്ഥിക്കുന്നവൻ്റെ കാര്യത്തിൽ ദൈവം ബലം കൊടുക്കും, അവനെ ദൈവം ഒരിക്കലും തഴയുകയില്ല. പത്രോസിനെ കാരാഗ്രഹത്തിൽ ഹേരോദാവ് പൂട്ടി. അത് ഒരുപാട് പേരെ ഒന്നിച്ചിടുന്ന ജയില് പോലെ ഒരു വ്യക്തിയെ പൂട്ടിയിട്ട് ഒരുപാട് പേരെ കൊണ്ട് കാവൽ ചെയ്യിക്കുകയാണ്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 12-ാം അധ്യായത്തിൽ സഭ അവന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്. 12-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 12:11, പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ചു, ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് പറഞ്ഞു. ദൈവം തൻ്റെ ദൂതനെ ആ കാരാഗ്രഹത്തിലേക്ക് അയച്ചിട്ട് അവൻ്റെ വിലാപ്പുറത്ത് തട്ടി എഴുന്നേൽപ്പിച്ചു. അവനെ സകല ലോക്കുകളും അല്ലെങ്കിൽ വാതിലുകളെ ലോക്കുകൾ തുറന്ന് ദൂതൻ അവനെ പുറത്തു കൊണ്ടുവരികയാണ്. ചങ്ങലകളൊക്കെ അഴിഞ്ഞുപോയി, ഗേറ്റുകളെല്ലാം താനെ തുറന്ന് ദൈവത്തിൻ്റെ ദൂതൻ അവനെ പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നതിന് മുമ്പിൽ അവനെ കൊണ്ട് നിർത്തുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ദൂതനെ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം അയക്കും. ഒരു നിവൃത്തിയില്ല, ഒരു സഹായത്തിനും ഒരു വഴിയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ, ഒരുപക്ഷെ വാത്സല്യ മാതാവ് നിങ്ങളുടെ മക്കളുടെ വിഷയത്തിലൂടെയായിരിക്കും. എൻ്റെ മോൻ്റെ ആ വിഷയത്തിൽ ആരും ഇടപെടാനില്ലല്ലോ, എല്ലാവരും തിരിച്ചാണല്ലോ പറയുന്നത്, എല്ലാവരും പ്രതികൂലമായി ഉപദ്രവിക്കുകയാണല്ലോ. പരിശുദ്ധാത്മ പറയുന്നു, ദൈവം നിന്റെ മകന് വേണ്ടി ഒരു ദൂതനെ അയക്കും. ആമേൻ. ആ തടവറയിൽ കിടക്കുന്ന, ഏതൊക്കെയോ മേഖലയിൽ ബന്ധിക്കപ്പെട്ടതുപോലെ കിടക്കുന്ന ആ മകനെ വിടുവിക്കുവാൻ, ആ മകളെ വിടുവിക്കുവാൻ ദൈവം ദൂതനെ അയക്കും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ദൈവസഭ ശക്തിയോടെ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ശക്തിയിൽ ദൂതനെ അയച്ച് ദൈവം അവരെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരിക. പത്രോസിനെ പുറത്തു കൊണ്ടുവന്നതുപോലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില വിടുതൽ ഇപ്പോൾ അയക്കാൻ പോകുകയാണ്.
ഹല്ലേലൂയ. പ്രാർത്ഥന, പ്രത്യേകിച്ച് രാത്രിയിൽ ഉണർന്നുള്ള പ്രാർത്ഥന ഭയങ്കര പവറാണ്. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന ദുരാത്മ ശക്തികളെ വെട്ടുന്ന, അതിനെ തകർക്കുന്ന ഒരു പ്രാർത്ഥന നിങ്ങളുടെ നാവിൽ നിന്ന് വന്നാൽ, ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന മേഖലയിൽ നിങ്ങളുടെ അവകാശങ്ങളും നന്മകളും ദൈവത്തിന്റെ ദൂതൻ അവിടെ കടന്നു എന്ന് പൈശാചിക ശക്തികളെ വെട്ടി പുറത്ത് കൊണ്ടുവരും നിങ്ങളുടെ നന്മകളെ. ആമേൻ പറഞ്ഞു. ആമേൻ. പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കോണം. രാത്രികാലങ്ങളുള്ള പ്രാർത്ഥന, പ്രഭാതത്തിലുള്ള പ്രാർത്ഥന, അർദ്ധരാത്രിയിലുള്ള പ്രാർത്ഥന. ഹല്ലേലൂയ. അപ്പോൾ ദൂതനെ ദൈവം അയക്കും. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൂതനെ അയക്കും. ഹല്ലേലൂയ. ആമേൻ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് യുദ്ധം ചെയ്ത സംഭവമാണ് ദെബോര പാട്ട് പാടുമ്പോൾ എഴുതിയിരിക്കുന്നത്. 5-ാം അധ്യായം, ന്യായാധിപന്മാർ 5-ാം അധ്യായം 13-ാം വാക്യം. കാരണം ശ്രേഷ്ഠന്മാരുടെ ശിഷ്ടവും പടജനും ഇറങ്ങി വന്നു, വീരന്മാരുടെ മധ്യേ യഹോവയും എനിക്കായി ഇറങ്ങി വന്നു. ദൈവം ഇറങ്ങി വരും തന്റെ ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്യുവാൻ, തന്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ. ഹല്ലേലൂയ. ശത്രു എത്ര വലിയവനാണെങ്കിലും, ഏതെല്ലാം ഇരുമ്പ് രഥവും ആയുധവും ആരെങ്കിലും ഉണ്ടെങ്കിലും, ദൈവസഭയുടെയും ദൈവജനത്തിൻ്റെയും കയ്യിൽ വേറെ ഒരു ആയുധവും വേണ്ട. യഹോവ എന്ന നാമം, യേശു എന്ന നാമം, പ്രാർത്ഥന എന്ന ആയുധം, അത് മതി. ദൈവം യുദ്ധം ചെയ്തു. കാരണം ദൈവം സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണ്. ദൈവത്തിന് സൈന്യങ്ങളുണ്ട്. അവന്റെ സൈന്യത്തെ അവൻ അയക്കും. അശൂർ പാളയത്തിൽ ഇസ്രായേൽ ജനത്തിന് വിരോധമായി ലക്ഷക്കണക്കിന് ആളുകൾ അശൂർ പാളയം നിരന്നിരിക്കുകയാണ്. യഹോവയുടെ ഒരു ദൂതൻ ഇറങ്ങി. ഹിസ്കിയ രാജാവിന് വിരുദ്ധമായിട്ട് ഇറങ്ങി നിൽക്കുകയാണ് അശൂർ പാളയത്തിൽ ദൂതന്മാർ, ശത്രു സൈന്യങ്ങൾ. യഹോവയുടെ ഒരു ദൂതൻ ഇറങ്ങി അശൂർ പാളയത്തിൽ ഒരു രാത്രി 1,85,000 പേരെ സംഹരിച്ചു കളഞ്ഞ സംഭവമാണ് നമ്മൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ 38-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദിനവൃത്താന്ത പുസ്തകം തന്നെ ആ സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിന് ദൂതന്മാർ തൻ്റെ മക്കൾക്ക് വേണ്ടി സംരക്ഷണത്തിലൂടെ ഇറങ്ങി വരും. തീച്ചൂളയിലാണെങ്കിലും സിംഹക്കുഴിയിലാണെങ്കിലും തൻ്റെ ദൂതന്മാരെ ദൈവം അയച്ച് വിടുവിക്കും. അതൊരു സാക്ഷ്യമായി മാറും. അതെ, ദൈവം നിങ്ങളുടെ വിഷയങ്ങളിൽ ദൈവം ഇടപെടാൻ പോവുകയാണ്. തന്റെ ദൂതന്മാരെ അയച്ച്, ദൈവത്തിന്റെ ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. അവർ നിങ്ങളെ കാവൽ ചെയ്യും. അത് വെറും വാക്കല്ല, നിങ്ങളെ കരങ്ങളിൽ വഹിക്കുവാൻ ദൂതന്മാരുണ്ടായിരിക്കും. നിങ്ങളെ ശക്തീകരിക്കാൻ ദൂതന്മാരെ നിർത്തും. ഹല്ലേലൂയ. ആരും സഹായിക്കാൻ ഇല്ലാത്തടത്താണ്, അവിടെയാണ് ദൈവത്തിന്റെ ദൂതന്മാരൊക്കെ ഇറങ്ങും. ആമേൻ. അതെ, ഇന്ന് നിസ്സഹായ അവസ്ഥയിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ, ഞാൻ വേറെ ആരും എന്നെ സഹായിക്കാനില്ലല്ലോ എന്ന് ചിന്തിച്ചാണ് നിങ്ങൾ ആയിരിക്കുന്നെങ്കിൽ, നിങ്ങൾ ദൈവവിശ്വാസം മുറുകെ പിടിക്കുക. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക. അവൻ തന്റെ ദൂതനെ അയക്കും നിങ്ങൾക്ക് വേണ്ടി. പൗലോസേ, ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ് ദൂതനെ അയച്ച് അവരെ ധൈര്യപ്പെടുത്തിയതുപോലെ നിങ്ങളെ ധൈര്യപ്പെടുത്തുവാനും ദൈവം ആഗ്രഹിച്ച പദ്ധതി നിങ്ങളെ എത്തിക്കുവാനും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി തന്റെ ദൂതന്മാരെ അയച്ച് സഹായിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ ദൂതൻ തന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. പ്രിയ കർത്താവേ, ആ വചനം ഞങ്ങൾ റിസീവ് ചെയ്യുകയാണ്. നിന്റെ ദൂതന്മാരെ ഞങ്ങളുടെ പ്രതിസന്ധിയുടെ നടുവിലേക്ക് അയക്കും. ഒറ്റപ്പെടലിന്റെ നടുവിലേക്ക്, കാരാഗ്രഹത്തിന്റെ നടുവിലേക്ക്, ബന്ധനങ്ങളുടെ നടുവിലേക്ക്, രോഗങ്ങളുടെ നടുവിലേക്ക്, കടഭാരത്തിന്റെ നടുവിലേക്ക്, ശത്രു ആരവും അപമാനവുമായി എഴുന്നേൽക്കുന്നതിന്റെ നടുവിലേക്ക് ദൂതന്മാരെ അയക്കും. ദൈവപ്രവൃത്തി മക്കളുടെ ജീവിതത്തിലും അവരുടെ വിഷയങ്ങളും വെളിപ്പെടും. തന്റെ ദൂതന്മാരെ അയച്ച് ജനത്തെ വിടുവിക്കും. അത്ഭുതം സംഭവിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യും. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ ആമേൻ പറയുക. അത് സംഭവിക്കും. എനിക്ക് വേണ്ടി തൻ്റെ ദൂതനെ ദൈവം അയക്കും. അങ്ങനെ തന്നെ പറയുക. ആമേൻ. ഈ സന്ദേശം നിങ്ങൾ പതിവ് പോലെ കുറേ പേർക്ക് ഷെയർ ചെയ്യണം. ഗാഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.